പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 103 സങ്കീർത്തനം, അതിന്റെ 3-ാമത്തെ വാക്യം. അവൻ നിന്റെ അകൃത്യം ഒക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളിൽ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഹല്ലേലൂയ. ഒന്ന്, നമ്മുടെ അകൃത്യത്തെ മോചിക്കുന്ന ദൈവം. രണ്ട്, നമ്മുടെ സകല രോഗങ്ങളിൽ സൗഖ്യമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഈ വചനം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഈ സങ്കീർണക്കാരന്റെ കാലഘട്ടത്തിൽ എഴുതിയ വചനം ഈ കാലഘട്ടത്തിലെ ദൈവമക്കളുടെ ബന്ധത്തിലും അഥവാ യേശു വിശ്വസിക്കുന്ന സകല ജനത്തിന് ഈ വചനത്തിന്റെ ഈ സത്യം അവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ 3-ാം വാക്യത്തിൽ കർത്താവിനെ പാപങ്ങൾ മോചിക്കുന്ന ന്യായാധിപനായിട്ട് ഹല്ലേലൂയ കാണാൻ കഴിയും. അപ്പോൾ തന്നെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന വൈദ്യനായിട്ടും ഈ ഭാഗത്ത് നമുക്ക് വായിക്കാൻ കഴിയും. കർത്താവ് പാപത്തെ ശിക്ഷിക്കുന്നവനാണെങ്കിലും പാപത്തെ മോചിക്കുന്നവനാണ്. പാപം മോചിയുള്ള അധികാരം കർത്താവിന് മാത്രമേ ഈ ഉലകത്തിലുള്ളൂ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കർത്താവ് പാപത്തെ വെറുക്കുന്നു, പക്ഷെ പാപിയെ സ്നേഹിക്കുന്നു. പാപത്തെ ശിക്ഷിക്കുമ്പോൾ തന്നെ പാപിയെ അല്ലെ ദൈവം സ്നേഹിച്ച് നിത്യതയുടെ അവകാശത്തിലേക്ക്, നിത്യമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരും നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഈ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ അകൃത്യങ്ങൾ ദൈവത്തിൽ നമ്മെ അകറ്റിക്കളയുമ്പോൾ നമ്മുടെ അകൃത്യങ്ങളെ, പാപങ്ങളെ മോചിച്ച് നമ്മെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്നത് യേശുക്രിസ്തു മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അടിമച്ചന്തയിൽ നിന്നും ഒരു അടിമയെ വില കൊടുത്ത് വാങ്ങി ഹല്ലേലൂയ സ്വതന്ത്രനാക്കി എടുക്കുന്നത് പോലെയാണ് പാപത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് ദൈവം തൻ്റെ മകനാക്കി മാറ്റുന്നത്, ഹല്ലേലൂയ, മകളാക്കി മാറ്റുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 53-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾക്ക് നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുവിരിക്കുന്ന പ്രവാചകൻ യേശു കർത്താവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് പറയപ്പെട്ട ഈ ദൈവത്തിനോട് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ അത് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം നമ്മുടെ കർത്താവ് മുറിവേറ്റു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം കർത്താവ് തകർന്നുമിരിക്കുന്നു. ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗമരണത്തുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അത് ഏതൊരു മനുഷ്യനും പാപത്താൽ നിറയപ്പെട്ട് പാപജീവിതത്തിൽ, പാപ ശരീരത്തിൽ ജീവിക്കുന്നവന്, പാപമില്ലാത്തവനായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല. അകൃത്യത്തിൽ നിറയപ്പെട്ട് കിടക്കുന്ന സകല ജനങ്ങളും പാപത്തിന് അധീനമായി ശരീരത്തിൽ വസിക്കുമ്പോൾ അതിൽ നാം മോചിക്കപ്പെടണം. മോചനം നമുക്ക് ആവശ്യമാണ്. പാപത്തെ പരിഹരിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. തിരുവെഴുത്ത് വായിക്കുന്നതാണ്. അപ്പോൾ തന്നെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, 51-ാം സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, ഇത് ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിന് എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചുവെന്ന് അവിടെയും വിശുദ്ധ തിരുവെഴുത്ത് കാണും. അപ്പോൾ മനുഷ്യന്റെ ജീവിതം ജന്മം തൊട്ട് തന്നെ അകൃത്യത്തിൽ വിധേയപ്പെട്ടതാണ്, പാപത്താൽ നിറയപ്പെട്ടതാണ്. ആ പാപത്തിന് പരിഹാരം നൽകുവാൻ പാപം മുഖാന്തരം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന രോഗത്തിന് സൗഖ്യം തരുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. പുതിയ നിയമ ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവവചനം വായിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ സകല പാപങ്ങളെയും രോഗങ്ങളെയും കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി വഹിച്ചു. പക്ഷേ ക്രിസ്തു ദീനക്കാരുടെ രോഗം സൗഖ്യമാക്കിയപ്പോൾ തന്നെ ഈ രോഗസൗഖ്യം കിട്ടി. യേശു ഭൂമിയിൽ തന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ രോഗികളെ സൗഖ്യമാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് രോഗസൗഖ്യം കിട്ടുന്നുവെന്ന് മത്തായിയുടെ സുവിശേഷത്തിന്റെ 17 വായിക്കും കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഓർമ്മിപ്പിച്ചു മാത്രം. ഹല്ലേലൂയ. ഇവിടെ നാം ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള സകല ജനങ്ങളും അകൃത്യത്താൽ നിറയപ്പെട്ട് പാപശരീരത്തിൽ വിധേയപ്പെട്ടവരാണ്. പാപത്തിന് അധീനമായി ശരീരത്തിൽ ജീവിക്കുന്നവരാണ്. മനുഷ്യൻ ഏതെങ്കിലും വിധത്തിൽ പാപിയാണ്, ഏതെങ്കിലും സാഹചര്യത്തിൽ പാപിയാണ്. പാപമുഖാന്തരം രോഗം ശരീരത്തിൽ വരുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ ലോക ജീവിതം താൽക്കാലികമാണ്. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ച ജീവിതം വളരെ സൂക്ഷ്മതയോടുകൂടി നാം ചെയ്യുന്നില്ലെങ്കിൽ, അകൃത്യങ്ങൾക്ക് പരിഹാരം വരുത്തി നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുന്ന യേശുക്രിസ്തുവിലൂടെ നാം പുതുജീവിതം പ്രാപിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങളെ നമുക്ക് ഒരിക്കലും അത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. കാരണം നാം എന്തൊക്കെ അനുഭവിക്കാൻ പോകുന്നു, എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് നമുക്ക് മുന്നമേൽ അറിയാത്തത് കൊണ്ടും പാപത്തെ ശിക്ഷിക്കുന്നവൻ യേശു ആയതുകൊണ്ടും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞങ്ങളോട് പറയട്ടെ, അകൃത്യങ്ങളെ മോചിക്കുന്ന രോഗത്തെ സൗഖ്യമാക്കുന്ന യേശുവിന് വേണ്ടി ഹൃദയത്തെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ, താങ്കൾ ഇന്നുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല ബന്ധനങ്ങളിൽ താങ്കൾക്ക് മോചനം കിട്ടും. ഉയരുവാൻ കഴിയാതെ, ഉയർച്ച പ്രാപിക്കാൻ
പ്രാപിക്കാൻ കഴിയും, നന്മ പ്രാപിക്കാൻ കഴിയും, അനുഗ്രഹം പ്രാപിക്കാൻ കഴിയും. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ എന്നും തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തോടെ യാത്ര ചെയ്യുന്ന ശ്രോതാവേ, ദൈവത്തിന് നിന്റെ അകൃത്യങ്ങളെ മോചിച്ച് നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കി നിന്നെ എടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ മാറ്റി, നിന്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ മാറ്റി ദൈവം വിടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാലങ്ങളായി അകൃത്യ മുഖാന്തരം ജീവിതത്തിലുണ്ടാകുന്ന പാപശാപ രോഗബന്ധനങ്ങളെ നീക്കി ദൈവം ഒരു വിടുതൽ നൽകുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഇന്ന് പകൽ നിങ്ങൾ കർത്താവ് യേശുവിന് വേണ്ടി നിങ്ങളെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു വചനമുണ്ട്. എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, ഹല്ലേലൂയ, നാം സ്തോത്രം, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ. അതെ, നമ്മുടെ അതിക്രമങ്ങളുടെ മോചനം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ രക്തത്താൽ മാത്രമേ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നമുക്ക് ലഭ്യമാകുകയുള്ളെന്ന് പൗലോസ് എഫെസോസ് സഭയോട് പറയുന്ന ദൂത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രശസ്തമാണ്. അപ്പൊ നമ്മുടെയൊക്കെ അകൃത്യങ്ങൾക്ക് മോചനത്തിന് വേണ്ടി നാം പല വഴികളും കർമ്മങ്ങളും ആചാരങ്ങളും പണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നമുക്ക് മോചനം പ്രാപിക്കാൻ കഴിയാതെ വന്നിരുന്നുള്ള യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കുമ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമായിട്ടും ഉറപ്പായിട്ടും പറയാൻ കഴിയുന്നതാണ്, യേശുവിന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് ദൈവവചനം പറയാണ്, അത് അവൻ ധാരാളമായി അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദാന പ്രകാരം സകല ജ്ഞാനം വിവേകമായി നൽകിയിരിക്കുന്നു. അവനിൽ താൻ മുൻ നിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിന്റെ മർമ്മം ഹല്ലേലൂയ അവൻ അല്ലെങ്കിൽ നമ്മോട് അറിയിച്ചു എന്നുള്ളതാണ്. അത് ഞാൻ ആ ഭാഗം വായിക്കും. പൗലോസ് പറഞ്ഞിരിക്കുന്ന ആ ഭാഗത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം, ഹല്ലേലൂയ. അപ്പൊ യേശുവിൻ്റെ രക്തത്താൽ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്, അല്ലേ? മനുഷ്യന്റെ പാപത്തിന് മതിയായ മറവ് യേശുവിൻ്റെ രക്തത്താലാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, യേശു ക്രിസ്തുവിൻ്റെ ന്യായവിധിയിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കുന്നത് യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ അകൃത്യങ്ങൾക്ക് മോചനം കിട്ടുമ്പോഴാണ്. മൂന്നാമത്തെ കാര്യം പറഞ്ഞു, യേശുവിൻ്റെ രക്തത്താലാണ് നമ്മുടെ പാപമോചനം. യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം വായിക്കുമ്പോൾ എൻ്റെ 1-ാമത്തെ 7-ാം വാക്യത്തിൽ വായിക്കുന്നത്, തൻ്റെ പുത്രൻ കർത്താവായ യേശുവിൻ്റെ രക്തം സകല പാപമുഖമേ ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ തന്നെ ശുദ്ധീകരണം യേശുവിൻ്റെ രക്തത്തിലൂടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ലോകത്തിന്റെ അകത്യങ്ങൾ മാലിന്യങ്ങൾക്കകത്ത് വീണ് കിടക്കുമ്പോൾ അവനെ ശുദ്ധീകരിക്കണമെങ്കിലും യേശുവിൻ്റെ രക്തം ആവശ്യമാണ്. നമ്മൾ ഈ ലോകത്തിലെ ഏത് പുണ്യ നദികളിൽ പോയി കുളിച്ചാലും, എത്ര വില കൂടിയ സോപ്പിട്ട് കുളിച്ചാലും, എത്ര വില കൂടിയ പെർഫ്യൂം ധരിച്ചാലും, എത്ര വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചാലും ഹല്ലേലൂയ നമ്മുടെ ശുദ്ധീകരണമാകുന്നില്ല. ശുദ്ധീകരണത്തിന് യേശുവിൻ്റെ രക്തത്താൽ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ അത് ശക്തമായിട്ട് രേഖപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. മൂന്നാമത്തെ കഴിയുമ്പോൾ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം ഇഷ്ടാംബിതമായി സ്വീകരിച്ച് കർത്താവിനോട് നമ്മുടെ ഹൃദയം കൊടുക്കുമ്പോൾ അവിടെ പാപത്തിന് പരിഹാരം നൽകുക മാത്രമേ നമുക്ക് വീണ്ടെടുപ്പും കൂടെ കിട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുന്ന, അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഹല്ലേലൂയ. അതേ അകൃത്യങ്ങളും പാപങ്ങളും മരിച്ച ശ്രോതാവേ, സഹോദര, ഇന്നും നിന്റെ ജീവിതത്തിൽ സമാധാനം, സന്തോഷം, സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിന്റെ നടുവിലൂടെയാണ് നീ കടന്നു പോകുന്നത്. ദൈവം നിന്നെ വിടുവിച്ച് ഉത്തമമായ സ്ഥാനത്ത് എത്തിപ്പാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നിന്റെ കുടുംബത്തിന്റെ ശാപ പാപ രോഗബന്ധനങ്ങളെ നീക്കി നിനക്ക് സമാധാനത്തിന്റെ അനുഭവത്തിലേക്ക് നിന്നെ നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നതിനോടൊപ്പം ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാം, കർത്താവ് എൻ്റെ അകൃത്യങ്ങളെ മോചിച്ച് എൻ്റെ പാപങ്ങളെ സൗഖ്യമാക്കി എന്നെ വിടുവിക്കണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചായിട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അകൃത്യവും പാപമുഖാന്തരം മനുഷ്യൻ ജീവിതത്തെ തകർന്ന് നുറുങ്ങിയും ജീവിത ഉയർച്ചയില്ലാതെ കണ്ണുനീരിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് പകൽ എന്ന് വിടുതൽ കൊടുക്കണമേ. സകല മുഖത്ത് എടുക്കണം, സകല നീതി വെളിപ്പെടണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.